ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായിട്ട് നമ്മളുടെ ഡി ഗുഗേഷ് മാറിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി 2026 വീണ്ടും ലോക ചെസ് ചാമ്പ്യനെ തിരഞ്ഞെടുക്കും. അതുവരെ ഗുഗേഷ് ആയിരിക്കും ലോക ചെസ് ചാമ്പ്യൻ. 2026 ഗുഗേഷ് വീണ്ടും ലോക ചെസ് ചാമ്പ്യനായിട്ട് മാറാൻ മത്സരിക്കും. ഒരു ഫൈനലിസ്റ്റ് ഗുഗേഷ് ആയിരിക്കും. അപ്പോൾ ഗുഗേഷിന് രണ്ടാമതൊരു ഫൈനലിസ്റ്റ് മത്സരിക്കാൻ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ചെസ് ഇന്റർനാഷണൽ ബോഡിയായ ഫിഡെ ഒരു ടൂർണമെന്റ് നടത്തും. അതിന്റെ പേരാണ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ്. അത് 2026 തുടക്കത്തിൽ നടക്കുക. അതിൽ ചാമ്പ്യൻ ആവുന്നവരാണ് ഗുഗേഷിനെ നേരിടേണ്ടത്. പക്ഷേ ഇപ്പൊ ലോകത്ത് ഒരു പൊതുവെയുള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് 2026 നടക്കുമ്പോൾ ഒരുപക്ഷെ അല്ല, ഏതാണ്ട് ഉറപ്പെന്നാ പറയുന്നത്, ഗുഗേഷിനെ നേരിടാൻ ഒരു ഇന്ത്യക്കാരൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ 8 പേരാ പങ്കെടുക്കുന്നത്. ഇന്ന് നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 25 റാങ്കിനകത്ത് 4-5 ഇന്ത്യക്കാരുണ്ട്. അതിൽ അർജുൻ എരിഗാസി വേൾഡ് റാങ്കിങ്ങിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. അതുപോലെ നമ്മുടെ പ്രജ്ഞാനന്ദ വേൾഡ് റാങ്കിങ്ങിൽ ആദ്യത്തെ 15 സ്ഥാനങ്ങളിലുണ്ട്. അതുപോലെ വിദിത് ഗുജറാത്തി ആദ്യത്തെ 25 സ്ഥാനത്തുണ്ട്. ആനന്ദും ഉണ്ട്. പക്ഷെ ആനന്ദ് ഈ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ നിന്ന് പങ്കെടുക്കാൻ വരില്ല. ആനന്ദിന് മെന്ററായിട്ട് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പതിവ് ഇപ്പം. അപ്പൊ ഈ വിദിത് ഗുജറാത്തി, അർജുൻ എരിഗാസി, പ്രജ്ഞാനന്ദ, ഇവരിൽ ഒരാൾ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് വിൻ ചെയ്തിട്ട് നമ്മളുടെ ഗുഗേഷിന്റെ എതിരാളിയായിട്ട് 2026 വരാൻ സാധ്യതയുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണെന്ന് ചെസ് വിദഗ്ധർ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചാൽ ഫൈനലിസ്റ്റുകൾ രണ്ടുപേരും ഇന്ത്യക്കാരായിരിക്കും. ആര് ജയിച്ചാലും ഇന്ത്യക്ക് ഒരു പുതിയ ലോക ചെസ് ചാമ്പ്യൻ വീണ്ടും കിട്ടും. അപ്പൊ 2026 വരെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.